വെൽക്കം ടു NCERT +1 +2 ഫിസിക്സ്. അപ്പം നമ്മൾ NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളത് കണ്ടിന്യൂ ചെയ്യാം. ഇന്നലെ 7 പ്രോബ്ലംസ് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് യർ നെക്സ്റ്റ് പ്രോബ്ലം. എ ബ്രാസ് റോഡ് ഓഫ് ലെങ്ത് 50 centimeter and diameter 3 millimeter is joined to a steel rod of same length and same diameter. അപ്പോൾ ഒരു ബ്രാസ് റോഡും ഒരു സ്റ്റീൽ റോഡും കൂടി ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പം അതിന്റെ രണ്ടിന്റെയും ലെങ്ത് 50 സെന്റിമീറ്റർ, ഡയമീറ്റർ 3 millimeter. ഇപ്പം നമ്മൾ ലെങ്ത് ഓഫ് ബ്രാസ് റോഡ് എന്ന് പറയുന്നത് L1 ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക. L1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 50 സെന്റിമീറ്റർ ആൻഡ് ബ്രാസ് റോഡിന്റെ ഡയമീറ്റർ D1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 3 millimeter. സിമിലർലി ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റീൽ റോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ L2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതും 50 സെന്റിമീറ്റർ, അതിന്റെ ഡയമീറ്റർ അത് D2 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 3 millimeter. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ കമ്പൈൻഡ് റോഡ് അറ്റ് 250 degree Celsius? ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ റോഡിന്റെ ചേഞ്ച് ഇൻ ലെങ്ത് എത്രയാണ്? അത് രണ്ടും കൂടി ഒരുമിപ്പിക്കാൻ പോകണം. അപ്പൊ എത്രമാത്രം കമ്പൈൻഡ് റോഡിൽ എത്രമാത്രം ലെങ്ത് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് കണ്ടുപിടിക്കണം. At 250 degree Celsius, if the original length are at 40 degree Celsius, ഈ പർട്ടിക്കുലർ ലെങ്ത് എല്ലാം 40 degree Celsiusലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്പൈൻഡ് റോഡിന്റെ എത്രമാത്രം ലെങ്ത് ചേഞ്ച് ആവും? 250 degree Celsius കമ്പൈൻഡ് റോഡിന്റെ ചേഞ്ച് എത്രയാണ്? ഇപ്പൊ കമ്പൈൻഡ് റോഡിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഓരോന്നിന്റെയും ചേഞ്ച്, ബ്രാസ് റോഡിൽ എന്ത് ചേഞ്ച് 250 degree Celsius ആകുമ്പോൾ ഉണ്ടാവുന്നുണ്ട്, സ്റ്റീൽ റോഡിന് എന്ത് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് 250 degree Celsius ആകുമ്പോൾ എന്ന് വെച്ചിട്ട് നമുക്ക് കൂട്ടിയാൽ മതി. Is there and a thermal stress developed at the junction? Thermal stress അവിടെ ഉണ്ടാവുന്നുണ്ടോ? Lengths of the roads are free to expand. നമ്മൾ എന്താണ് റോഡ്സിന്റെ എക്സ്പാൻഷനെ നമ്മൾ സമ്മതിക്കാതെ അതിന് കംപ്രസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് തെർമൽ സ്ട്രെസ് ജനറേറ്റ് ചെയ്യുക. പക്ഷെ ഇത് റോഡ്സ് ആർ ഫ്രീ ടു എക്സ്പാൻഡ് ആണ്. സോ തെർമൽ സ്ട്രെസ് ഒന്നും ഡെവലപ്പ് ചെയ്യത്തില്ല. അതിന്റെ ആൻസർ നോ തന്നെയാണ്. ഓക്കെ, കാര്യം റോഡ് ഫ്രീലി എക്സ്പാൻഡ് ചെയ്യണം. അതിന് നമ്മൾ അതിനെ കംപ്രസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നില്ല. സോ ഇസ് ദർ എ തെർമൽ സ്ട്രെസ് ഡെവലപ്ഡ് അറ്റ് ദ ജംഗ്ഷൻ? ദ ആൻസർ ഈസ് നോ. സിൻസ് അതിന്റെ ആൻസർ ഇതാണ് റോഡ്സ് ആർ ഫ്രീ ടു എക്സ്പാൻഡ്. അപ്പൊ നമുക്ക് ഈ കമ്പൈൻഡ് റോഡിന്റെ എത്രമാത്രം ലെങ്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക എന്നാണ് വേണ്ടത്. അതിനുവേണ്ട ഇൻഫർമേഷൻസ് ആയിട്ടുള്ള കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ്. അപ്പൊ ഈ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസിനെ നമുക്ക് ഇപ്പം ആൽഫ ബി എന്ന് വിളിക്കാമെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ആസ് 2 × 10⁻⁵ per Kelvin ആൻഡ് സ്റ്റീലിന്റെ തന്നിട്ടുള്ളത് 1.2 × 10⁻⁵ per Kelvin ആണ്. അതിനെ നമുക്ക് ആൽഫ എസ് എന്ന് വിളിക്കുകയാണെങ്കിൽ 1.2 × 10⁻⁵ per Kelvin. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിന്റെയും ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കണ്ടുപിടിക്കാം. നമുക്കറിയാം നമ്മളുടെ ഇക്വേഷൻ ആണ് change in length to original length is equal to alpha in coefficient of expansion into delta t. Okay, ഇവിടുത്തെ delta t എന്ന് പറയുന്നത് എന്താണ്? ഫൈനലി അത് നമുക്ക് 250 degree Celsius ആണ് ഫൈനൽ ടെമ്പറേച്ചർ. ഇനീഷ്യൽ ടെമ്പറേച്ചർ 40 degree Celsius ആണ്. സോ 250 - 40, this is 210 degree Celsius is the delta t here. സോ നമുക്ക് ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഓരോന്നിലും ഇട്ട് കൊടുത്താൽ മതി. സോ ഫോർ ഇവിടെ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബ്രാസ് ബാർ അതാദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബ്രാസ് ബാർ. അപ്പം ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിനെ സൂചിപ്പിക്കുന്ന ഡെൽറ്റ എൽ ആണല്ലോ. സോ ഡെൽറ്റ എൽ സബ്സ്ക്രിപ്റ്റ് ബി ഇടാം. സോ ഇക്വേഷൻ്റെ അകത്ത് ഡെൽറ്റ L/L ആണ് ആൽഫ എൽ ഡെൽറ്റ ടി. സോ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് L × ആൽഫ എൽ ഡെൽറ്റ സി. സോ ലെങ്ത് ഓഫ് ബ്രാസ് റോഡ്, ലെങ്ത് ഓഫ് ബ്രാസ് റോഡിന് നമ്മൾ L1 ആയിട്ടാണ് എടുത്തത്. സോ L1 ആൽഫ ഡെൽറ്റ ടി. സോ L1 ഈസ് 50 സെന്റിമീറ്റർ ഇൻറ്റു ആൽഫ ബി. ഓക്കെ, ബ്രാസിന്റെ coefficient of linear expansion, that is 2 × 10⁻⁵ into delta t is 210. So ഇത് ചെയ്യുമ്പോൾ you will get it as 0.22 centimeters എന്ന് കിട്ടും. ഓക്കെ, 0.22 centimeter. I think it is 0.21 centimeter. You can just work it out. Okay, you can work it out. 0.21 centimeter. Okay, 0.21 centimeter. Yeah. Then 1 second.
0.21 centimeter. Just work out ചെയ്ത് നോക്കാം. Yeah. Where is my cursor? Yeah. Okay. And ഇനി നമ്മൾ ഇതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ നമുക്ക് കാണാം. ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ. സോ ഇതിന് ഡെൽറ്റ എൽ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് സ്റ്റീൽ ബാറിന്റെ ലെങ്ത് L2 ആയിട്ടാണ് എടുത്തത്, ആൽഫ എസ് ഡെൽറ്റ ടി. സോ അതിന്റെ ലെങ്ത് 50 തന്നെയാണ്. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ 1.2 into 10⁻⁵. ആൻഡ് ദെൻ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് into 210. സോ ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.13 സെന്റിമീറ്റർ. അപ്പൊ കമ്പൈൻഡ് റോഡിന്റെ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ കമ്പൈൻഡ് റോഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് combined road. Combined road means you have to add change in length of brass plus change in length of steel rod. So you will get 0.21 plus 0.13. So this will be 0.34 centimeter. Okay. So this is that problem. In the next problem nokam. The coefficient of volume expansion of glycerin is 49 into 10⁻⁵. So coefficient of volume expansion means alpha subscript V. അതാണ് ഗ്ലിസറിന്റെ 49 into 10⁻⁵ per Kelvin തന്നിരിക്കുന്നത്. What is the fraction change in its density for a 30-degree rise in temperature? അപ്പോൾ 30-degree rise in temperature means delta T 30°C ആയിട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി എത്രമാത്രം ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്രമാത്രം ഡെൻസിറ്റി ചേഞ്ച് ചെയ്തു, അത് 30°C എത്തിയപ്പോൾ എത്രമാത്രം ഡെൻസിറ്റിക്ക് ചേഞ്ച് ആയി. ഇപ്പൊ അതിന്റെ ഒറിജിനൽ ഇനീഷ്യൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്, സപ്പോസ് ഇനീഷ്യൽ ഡെൻസിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ ആദ്യത്തെ ഡെൻസിറ്റി എന്ന് പറഞ്ഞ ρT1 ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഫൈനൽ ഡെൻസിറ്റി ദാറ്റ് ഈസ് ഡെൻസിറ്റി ആഫ്റ്റർ എ റൈസ് ഓഫ് 30°C എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ρT2 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി എത്രമാത്രം, അത് 30°C കൂടി കഴിഞ്ഞപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഡെൻസിറ്റി എത്രമാത്രം ചേഞ്ച് ആണ് ഉണ്ടായെന്നാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് ഇസ് ρT1 മൈനസ് ρT2 ഡിവൈഡ് ബൈ ρT2. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ ആൽഫ വിയും ഡെൽറ്റ ടിയും മാത്രമാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ ഇടാം. ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം ഈസ് ഈക്വൽ ടു ആൽഫ വി ഇൻറ്റു ഡെൽറ്റ ടി. ഈ എക്സ്പ്രഷൻ നമുക്ക് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയത്തിന്റെ ഈ എക്സ്പ്രഷൻ, ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ വോളിയത്തിന്റെ ഈ എക്സ്പ്രഷൻ നമുക്കറിയാം. ഇത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത്. ഇവിടെ ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഒറിജിനൽ വോളിയം, ദറ്റ് ഈസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഇഫ് യു ഹാവ് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആയിട്ടും ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T2 എടുത്തു കഴിഞ്ഞാൽ ഈ T1 ആണ് താഴെ വരുന്നത് അല്ലേ, വിത്ത് റെസ്പെക്ട് ടു. സോ വൺ സെക്കൻഡ് ഞാനത് ഇങ്ങോട്ട് എഴുതാം. സോ നമുക്ക് വരുന്ന ഡെൽറ്റ വി ബൈ ഒറിജിനൽ വോളിയം, ദാറ്റ് ഇസ് ഒറിജിനൽ വോളിയം മീൻസ് ദ വോളിയം അറ്റ് T1 ഇസ് ഈക്വൽ ടു ആൽഫ വി ഇൻറ്റു ഡെൽറ്റ ടി. സോ ആൽഫ വി എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ വോളിയം, ദാറ്റ് ഈസ് ദ വോളിയം അറ്റ് ടെമ്പറേച്ചർ, ഫൈനൽ ടെമ്പറേച്ചറിൽ എത്തുന്ന വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ഡിവൈഡഡ് ബൈ that is the delta V is the change in volume, that is temperature. T2 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലുള്ള വോളിയം മൈനസ് T1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിലുള്ള വോളിയം. അപ്പൊ നമുക്ക് ഈ VT1 അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും? VT1 ആൽഫ വി ഡെൽറ്റ ടി എന്ന് എഴുതാമല്ലോ. ആൻഡ് ഡെൽറ്റ വി നമുക്ക് VT2 മൈനസ് VT1, വി സബ്സ്ക്രിപ്റ്റ് T1 ആണ്. ഓക്കെ, വി സബ്സ്ക്രിപ്റ്റ് T1 ആൽഫ സബ്സ്ക്രിപ്റ്റ് വി ഡെൽറ്റ ടി. ഇത് സബ്സ്ക്രിപ്റ്റ് ആണ് കേട്ടോ, ആൽഫ സബ്സ്ക്രിപ്റ്റ് ആണ് ഈ വി. ഓക്കെ, ദാറ്റ് ഈസ് എ വോളിയം, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ. ആൻഡ് വി നോ വോളിയം, അത് റോ എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം ആണ്. സോ വോളിയം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ബൈ റോ എന്ന് എഴുതാം അല്ലെ. ഇതിന് മെറ്റീരിയലിൽ മാറ്റമൊന്നുമില്ല, ഒരേ ഗ്ലിസറിൻ തന്നെയാണ്. അപ്പം ഈ എത്രമാത്രം അത് ഇതെന്ന് പറയുന്നത്, ആ ചേഞ്ച് ഇൻ മാസ് എന്ന് പറയുന്നത് നമുക്കിവിടെ കോൺസ്റ്റന്റ്, മാസ് ഒരേപോലെ ആയിരിക്കും. സോ എം ബൈ ഈ VT2 പകരം എം ബൈ റോ T2 എന്ന് കൊടുക്കാം. ദറ്റ് ഈസ് ഡെൻസിറ്റി അറ്റ് ടെമ്പറേച്ചർ T2 മൈനസ് എം ബൈ ഡെൻസിറ്റി അറ്റ് റോ T1
density at temperature T1 is equal to m by rho T1 alpha V delta T. എല്ലായിടത്തെയും മാസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ സാധിക്കും. Therefore, ഈ എക്സ്പ്രഷൻ എങ്ങനെയാണ് വരിക? How is this expression coming? Rho T2 minus 1 by rho T1 is equal to 1 by rho T1 alpha V delta T എന്ന് വന്നു. ഇനി നമുക്ക് ഈ റോ T1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ എക്സ്പ്രഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും കൂടി ചെയ്യാം. സോ റോ T1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഇനി എക്സ്പ്രഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 4 റോ T1 മൈനസ് റോ T2 ബൈ റോ T2 ഇൻറ്റു റോ T1 നമുക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. ഇപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ആൽഫ വി ഇൻറ്റു ഡെൽറ്റ ടി. ഇവിടെയും റോ T1 ഉണ്ട്, ഇവിടെയും റോ T1 ഉണ്ട്. സോ ഫൈനലി യു ആർ ഗെറ്റിംഗ് റോ T1 മൈനസ് റോ T2 by rho T2, which is the fractional change in the density. അതായിരുന്നു നമ്മൾ സീക്ക് ചെയ്തത്, നമുക്ക് അതായിരുന്നു വേണ്ടത്. അതിന്റെ എക്സ്പ്രഷൻ ഈസ് ജസ്റ്റ് ആൽഫ വി ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ വി നമുക്ക് തന്നിട്ടുണ്ട്, ഡെൽറ്റ ടിയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ തന്നിട്ടുണ്ട്. ആൽഫ വി നോക്കുക 49 × 10⁻⁵. ഡെൽറ്റ ടി എന്ന് പറയുന്നത് 30. അപ്പൊ അത് ജസ്റ്റ് നമുക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതിയില്ലേ. ദാറ്റ് ഈസ് 49 × 10⁻⁵ into 30. ഇത് ചെയ്യുമ്പോൾ 1.5 into 10⁻⁻² എന്ന് നമുക്ക് fractional change in density കിട്ടും. Okay, this is that problem. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ പ്രോബ്ലം നോക്കാം. A 10 kV kilowatt drilling machine is used to drill a bore in a small aluminum block of mass 8 kilogram. അപ്പോൾ ഒരു ചെറിയ അലൂമിനിയം ബ്ലോക്കിന്റെ മാസ് തന്നിട്ടുണ്ട് 8 kg. അതിൻ്റെ അകത്തേക്ക് ഒരു ഹോൾ ഡ്രില്ല് ചെയ്യാനായിട്ട് ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണ്. ആ ഡ്രില്ലിംഗ് മെഷീന്റെ പവർ ആണ് തന്നിരിക്കുന്നത് 10 കിലോവാട്ട് ആയിട്ട്. പവർ ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 10 കിലോവാട്ട്. ആ 10 കിലോവാട്ടുള്ള ആ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഒരു 8 kg ഭാരമുള്ള ഒരു അലൂമിനിയം ബ്ലോക്കിൽ ഒരു ഹോൾ ഇടണം. ഓക്കെ, how much is the rise in temperature of the block in 2.5 minutes? അപ്പം നമ്മുടെ ഈ 2.5 മിനിറ്റ്സിൽ നമ്മൾ എപ്പോഴും എസ് ഐ യൂണിറ്റിലാണല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോൾ സ്ട്രേറ്റ് അവേ തന്നെ ഇതിനെ 60 സെക്കൻഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ സെക്കൻഡ്സ് ആക്കാം. അതായത് 150 സെക്കൻഡ്സ്. 2 മിനിറ്റ്സ് മീൻസ് 2.5 മിനിറ്റ്സ് മീൻസ് 150 സെക്കൻഡ്സ്. അപ്പം ഈ സമയത്തിൽ എത്രമാത്രം ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും? ടെമ്പറേച്ചർ റൈസ് മീൻസ് ഡെൽറ്റ ടി. ഈ 2.5 മിനിറ്റ്സിൽ എത്രമാത്രം റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവും? അസ്യൂമിങ് 50% ഓഫ് പവർ ഈസ് യൂസ്ഡ് അപ്പ് ഇൻ ഹീറ്റിംഗ് ദ മെഷീൻ ഇറ്റ്സെൽഫ് ഓർ ലോസ് ടു ദ സറൗണ്ടിങ്. അപ്പം 50% ഹീറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു സറൗണ്ടിങ്സിലേക്ക് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി എത്ര ഉണ്ടാവുള്ളൂ? 50% സറൗണ്ടിങ്സിലേക്ക് പോയി. അപ്പൊ 50% ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എനർജി ആയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ എത്രമാത്രം ടെമ്പറേച്ചർ, ബ്ലോക്കിന്റെ ടെമ്പറേച്ചർ എത്ര% റൈസ് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് അലൂമിനിയം 0.91 ജൂൾ പെർ ഗ്രാം പെർ കെൽവിൻ ആയിട്ട് തന്നിട്ടുമുണ്ട്. അപ്പം നമുക്ക് 50% എനർജിയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ആ എത്രമാത്രം എനർജിയാണ് നമുക്ക് അവൈലബിൾ, അത് ഹീറ്റ്, വാട്ട് ഈസ് ദ യൂസബിൾ ഹീറ്റ്, യൂസ്ഫുൾ ആയിട്ടുള്ള ഹീറ്റ് എത്രയാണെന്ന് നമുക്ക് ആദ്യം കിട്ടണം. ഓക്കെ, ബിക്കോസ് റൈസ് ഇൻ ടെമ്പറേച്ചറിന്റെ ഫോർമുല എന്താണ്? ഇഫ് ദർ ഇസ് എ റൈസ് ഇൻ ടെമ്പറേച്ചർ വി ഹാവ് ദ ഫോർമുല MS ഡെൽറ്റ ടി. ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ റൈസ് ഇൻ ടെമ്പറേച്ചറിന്റെ ഫോർമുല ഇരിക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം. ഈ ഫോർമുലയിൽ നിന്നും നമുക്ക് വേണ്ടത് ഡെൽറ്റ ടി ആണ്. എത്രമാത്രം റൈസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടായെന്ന് വെച്ചാൽ ഡെൽറ്റ ക്യൂ ബൈ MS. ഡെൽറ്റ ക്യൂ കിട്ടിക്കഴിഞ്ഞാൽ MS നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് മാത്രം എത്രമാത്രം ഹീറ്റ് എനർജിയാണ് അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ് എനർജി ആണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതിന് കിട്ടിയത് എത്രയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം പവർ ഓഫ് ഡ്രില്ലിംഗ് മെഷീനും അങ്ങനെ ടൈമും തന്നിട്ടുണ്ട്. അപ്പോ ടോട്ടൽ ഈ എനർജി ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ടോട്ടൽ എനർജി ഓഫ് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് എത്രയാണ്? PT. ഓക്കെ, എനർജിക്ക് PT എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർമുല ഉണ്ട്, പവർ ഇൻറ്റു ടൈം. അത് നമുക്ക് ഓൾറെഡി അറിയാം. സോ 10 ഇൻറ്റു കിലോ വാട്ട് എന്ന് പറയുമ്പോൾ 10 ക്യൂബ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 150 സെക്കൻഡ്സ്. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ will get us 15 into 10⁵ joules. അപ്പൊ ഇത്രയും മാത്രം എനർജിയാണ് ഡ്രില്ലിംഗ് മെഷീന് ഉള്ളത്. അതിൻ്റെ അകത്ത് 50% എന്തായിട്ടുള്ളൂ എനർജി യൂട്ടിലൈസ്ഡ് ആവുന്നുള്ളൂ. അത് യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ 50% ഉള്ളു. അപ്പം യൂസ്ഫുൾ ആയിട്ടുള്ള എനർജി, ദാറ്റ് ഈസ് ദ
ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഈ ടോട്ടൽ എനർജിയുടെ 50% ഉള്ളൂ. സോ ഇതിന്റെ ഹാഫേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു 15 ഇൻറ്റു 10⁵. സോ ഇത് ചെയ്യുമ്പോൾ 7.5 ഇൻറ്റു 10⁵ ജൂൾസ് എന്ന് കിട്ടും. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോവാണ് സറൗണ്ടിങ്സിലേക്ക്. സോ നമുക്ക് ഇവിടെ ഡെൽറ്റ ക്യൂവും കിട്ടി. ഇനി റൈസിങ് ടെമ്പറേച്ചർ, അപ്പോൾ ഇത്ര എനർജി 2.5 മിനിറ്റ്സിൽ ആ മെഷീൻ അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അതിന്റെ റൈസിങ് ടെമ്പറേച്ചർ വരുന്ന എത്രയാണ്? ഡെൽറ്റ ക്യൂ ബൈ ms. ദാറ്റ് ഈസ് ഇപ്പോൾ കിട്ടിയ 7.5 ഇൻറ്റു 10⁵ ഡിവൈഡഡ് ബൈ അതിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 8. ഇനി അതിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അലൂമിനിയം എന്ന് തന്നിട്ടുണ്ട് 0.91. ഓക്കെ, ഇപ്പൊ 0.91 കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 103 എന്ന് കിട്ടും. 103. ഓക്കെ, 103 കെൽവിൻ. അപ്പോൾ അപ്പം ഇത്രയാണ് റൈസിങ് ടെമ്പറേച്ചർ. ഓക്കെ, ഇൻ ദാറ്റ് കേസ് നമുക്ക് ഇത്രയും റൈസിങ് ടെമ്പറേച്ചർ ആണ് വരിക. ഓക്കെ, ദിസ് ഇസ് ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിന്റെ ഡെൽറ്റ ടി നമുക്ക് എങ്ങനെയും സ്പെസിഫൈ ചെയ്യാം കേട്ടോ. കാര്യം സൈസ് ഓഫ് ഇന്റർവെൽ സെയിം ആയതുകൊണ്ട് തന്നെ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം, അല്ല ഡിഗ്രി കെൽവിൻ എന്ന് പറഞ്ഞാലും, ബിക്കോസ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഡെൽറ്റ ടി ആണ്, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, സെയിം ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 2.5 മിനിറ്റ്സിൽ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ആ ബ്ലോക്കിന്റെ ടെമ്പറേച്ചർ 103 ഡിഗ്രി സെൽഷ്യസിൽ കൂടി. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. A copper block of mass 2.5 kg is heated in a furnace to a temperature of 500 degrees Celsius. ഒരു കോപ്പർ ബ്ലോക്ക് ആണ്. അപ്പം കോപ്പർ ബ്ലോക്കിന്റെ മാസ് ഓഫ് കോപ്പർ ബ്ലോക്ക്, അതിനെ നമ്മൾ ഇപ്പം MCU എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് 2.5 kg. അത് ഈസ് ഹീറ്റഡ് ഇൻ എ ഫർണസ് ടു ടെമ്പറേച്ചർ ഓഫ് 500 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 500 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കി, അപ്പൊ അതിന്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അത് 500 ഇത്രയും ടെമ്പറേച്ചർ അതിനെ ചൂടാക്കി കൊടുത്തു. ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 500 ഡിഗ്രി സെൽഷ്യസ് ഇത്രയും. ആൻഡ് ദെൻ പ്ലേസ്ഡ് ഓൺ എ ലാർജ് ഐസ് ബ്ലോക്ക്. എന്നിട്ട് ഈ ചൂടായ ഈ ഒരു കോപ്പർ ബ്ലോക്ക് ഒരു ഐസ് ബ്ലോക്കിന്റെ മേലേക്ക് വെച്ചു. വാട്ട് ഈസ് ദി മാക്സിമം എമൗണ്ട് ഓഫ് ഐസ് ദാറ്റ് ക്യാൻ മെൽറ്റ്? അപ്പം എത്രമാത്രം ഐസിന് മെൽറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇതിവിടെ നമ്മൾക്ക് ജസ്റ്റ് നമ്മളുടെ ഈ ഒരു ജസ്റ്റ് നമുക്ക് ഇത് മാത്രം മതി. ഇപ്പം ഐസ് വെള്ളമാവുക എന്ന് പറയുമ്പോൾ ഈ കോപ്പർ ബ്ലോക്കിന്റെ മാസ് എന്ന് പറയുന്നതാണ് ഈ ഐസിലേക്ക് ചെന്നത് വെള്ളമാകുന്നത്. അപ്പം എത്രമാത്രം ഹീറ്റ് ആണ് കോപ്പർ ബ്ലോക്കിന് നഷ്ടമാകുന്നത്, അത്രമാത്രം ഹീറ്റ് ഐസിങ് എടുക്കും. അപ്പൊ ഈ രണ്ട് എക്സ്പ്രഷൻ വെച്ച് ഇക്വേറ്റ് ചെയ്താൽ മതി. ബിക്കോസ് ഹീറ്റ് ലോസ്റ്റ് ബൈ കോപ്പർ ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വിൽ ബി ms ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ms ഡെൽറ്റ ടി. ഓക്കെ, നമുക്ക് ഓൾറെഡി അത് എത്രമാത്രം ഹീറ്റ് ആയി നഷ്ടപ്പെടുകയാണ്, അത്രയും ഇവോൾവ് ചെയ്ത് പോവുകയാണ്. അപ്പം അത് ms ഡെൽറ്റ ടി. ഈ എക്സ്പ്രഷൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. കാര്യം മാസ് എന്ന് പറഞ്ഞാൽ 2.5 kg. ഓക്കെ, സോ നമുക്ക് 2.5 kg മീൻസ് 2500 grams ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ 0.39 ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ 500. അപ്പൊ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് അസ് ഇത്രയും ഒരു വാല്യൂ ആയിരിക്കും വരുന്നത്. ഇത്രയും ജൂൾസ് ആണ് ദിസ് ഇസ് ദ ഹീറ്റ് ലോസ് ബൈ കോപ്പർ ബ്ലോക്ക്. അപ്പം ഇത്രയും ഹീറ്റ്, ഇനി ഹീറ്റ് ഐസ് മെൽറ്റ് ആവണമെങ്കിൽ അത്രയും തന്നെ ഹീറ്റ് വേണം. ഹീറ്റ് ഗെയിൻഡ് ബൈ ഐസ്. അപ്പൊ ഇവിടെ എന്താണ്? ഇറ്റ്സ് ദാറ്റ് ക്യാൻ വാട്ട് ഇസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഐസ് ദാറ്റ് ക്യാൻ മെൽറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത്രമാത്രം ഹീറ്റ് ഐസിന് എത്രമാത്രം എമൗണ്ട് ഓഫ് ഐസ്, എത്രമാത്രം മാസ് ഓഫ് ഐസ് ഈ കോപ്പറിന് നഷ്ടപ്പെട്ട ഹീറ്റ് എടുത്തിട്ടുണ്ടോ അവയെല്ലാം വെള്ളമാവും. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? എത്രമാത്രം ഐസ് ഈ ഹീറ്റ് എടുത്തിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടോ അത്രയും മാസ് അവിടെ വെള്ളമായി പോകും. സോ ഇവിടെ ഒരു ഫേസ് ട്രാൻസിഷൻ നടക്കും, അവിടെ ഐസ് ടു വാട്ടർ. അപ്പൊ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അവിടെ ഉപയോഗിക്കേണ്ടി വരും. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു MLF. ഓക്കെ, ഐസ് ടു വാട്ടർ ആയതുകൊണ്ട്. സോ നമ്മളുടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ദാറ്റ് ഇസ് ദ ഹീറ്റ് ലോസ്ഡ് ബൈ ഐസ് തന്നെയാണ് നമ്മളുടെ
heat loss by copper block ആണ് നമ്മുടെ ഡെൽറ്റ ക്യൂ, which implies ഇപ്പം കിട്ടി ഇത്രയും വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ഐസ് അത്രയും എത്രമാത്രം വെള്ളമാണ് വരിക എന്ന് വെച്ചാൽ എത്രമാത്രം ബ്ലോക്ക് ഓഫ് ഐസ് ആണ് ആ ഹീറ്റ് അബ്സോർബ് ചെയ്തതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. മാസ് ഇൻറ്റു ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 335 തന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് മാസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, തിരിച്ച് ഇട്ടാൽ മതി 335. സോ ഇത് ചെയ്യുമ്പോൾ 1.5 kg എന്ന് വരും. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഗിവൻ ബിലോ ആർ ഒബ്സർവേഷൻസ് ഓൺ മോളാർ സ്പെസിഫിക് ഹീറ്റ്സ് അറ്റ് റൂം ടെമ്പറേച്ചർ ഓഫ് സം കോമൺ ഗ്യാസസ്. ഇപ്പൊ ചില ഗ്യാസസിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നിരിക്കുകയാണ്. ഏതൊക്കെ ഗ്യാസ് ആണ് നോക്കുക, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, നൈട്രിക് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ. അപ്പൊ നമുക്ക് എല്ലാം മനസ്സിലായി, എല്ലാം ഒരു 4.925 റേഞ്ചിൽ നിൽക്കുന്നുണ്ട് എക്സെപ്റ്റ് ഫോർ ക്ലോറിൻ. അത് നമുക്ക് ഫസ്റ്റിൽ തന്നെ മനസ്സിലാക്കാം. ഇനി ചോദ്യം നോക്കാം. The measured molar specific heat of these gases are markedly different from those of monoatomic gases. ഓൾറെഡി തന്നിട്ടുണ്ട് ഇതെല്ലാം. എന്താണ് ഈ ഒരു മോളാർ സ്പെസിഫിക് ഈ ഗ്യാസസിന്റെ എല്ലാം അതിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് അതിന്റെ മോണോ ആറ്റമിക് ഗ്യാസസിനെ അപേക്ഷിച്ച് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇതിന്റെ ഇതേ ഗ്യാസുകളിൽ തന്നെ മോണോ ആറ്റമിക് ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ അല്ല അതിന്റെ ഡയറ്റമിക് ഗ്യാസ് ആയിട്ട് ഇവിടെ അതിനെടുത്തപ്പോഴത്തേക്കും കിട്ടിയത്. ടിപ്പിക്കലി മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് മോണോ ആറ്റമിക് ഗ്യാസ് എന്ന് പറയുന്നത് 2.92 ആണ്. അതെന്ന് പറയുന്നത് 2.92 ആണ്. പക്ഷെ ഇവിടെ അതല്ല കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ്. What can you infer from somewhat larger than the rest value of chlorine? ഇപ്പൊ മോണോ ആറ്റമിക് ഗ്യാസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ റേഞ്ചിലാണ്. പക്ഷെ ഇവിടെ എല്ലാം നമുക്കറിയാം 4.925 റേഞ്ച്, ആൻഡ് ക്ലോറിൻ ആണെങ്കിൽ വേറെ. അപ്പൊ അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. But can you infer from somewhat larger value for chlorine? അപ്പൊ ഇതിന്റെ നിന്ന് മനസ്സിലാവുന്നത് ഈ ഗ്യാസസ് എല്ലാം എന്താണ് ഡയാറ്റമിക് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ നോക്കുക, സാധാരണഗതിയിൽ മോണോ ആറ്റമിക് ഗ്യാസസ് ആണെങ്കിൽ 2.92 ആണ്. അപ്പോൾ ഇതിനെല്ലാം ഈ ഒരു റേഞ്ച് ഓഫ് വാല്യൂവിൽ നിന്നാണ് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ തന്നിരിക്കുന്ന ഗ്യാസസ് എല്ലാം ഡയാറ്റമിക് ഗ്യാസസ് ആണെന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഫറൻസസ്. ഈ തന്നിരിക്കുന്ന ഗ്യാസ് എല്ലാം ഡയാറ്റമിക് ഗ്യാസ് ആണ്, ദേ ആർ നോട്ട് മോണോആറ്റമിക് ഗ്യാസ്. അതുകൊണ്ട് തന്നെ ഡയാറ്റമിക് ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് നമ്മൾ നോർമലി എപ്പോഴും ട്രാൻസ്ലേഷൻ ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമാണ് കണ്ടത്. അത് കൂടാതെ അതിന് വേറെ റൊട്ടേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും കൂടി കാണും. അതായത് ഇപ്പൊ ഒരു ഗ്യാസിന്റെ ടെമ്പറേച്ചർ റേസ് ചെയ്യണമെങ്കിൽ ഈ അതിന്റെ റൊട്ടേഷൻ മോഡും അതിന്റെ ട്രാൻസ്ലേഷൻ മോഡിലെല്ലാം എനർജി സപ്ലൈ ചെയ്യണം, അതിന്റെ എനർജി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് തന്നെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡയറ്റമിക് ഗ്യാസിന് മോണോആറ്റമിക് ഗ്യാസിനെക്കാട്ടി കൂടുതലായിരിക്കും, ബിക്കോസ് ഓഫ് മോർ മോഡ്സ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പം ഈ റൊട്ടേഷണൽ മോഷന്റെ അകത്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഡയറ്റമിക് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ജനറലി ഇറ്റ് ഇസ് ഗിവൺ ബൈ 5/2 R ആണ് ആക്ച്വലി. ദാറ്റ് ഈസ് ഡയറ്റമിക് ഗ്യാസിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5/2 R ആണ്. ദിസ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി 4.95 കാലറി പെർ മോൾ കെൽവിൻ ആണ്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എക്സെപ്റ്റ് ഫോർ ക്ലോറിൻ ബാക്കി എല്ലാത്തിന്റെയും വാല്യൂ ഏകദേശം ഇതിനോട് അടുക്കുന്നുണ്ട്. അപ്പം ഈ ക്ലോറിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വാല്യൂ ആണ്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഷനും വൈബ്രേഷണൽ മോഷനും ക്ലോറിൻ ഉണ്ട്. അത് ഡയറ്റമിക് ഗ്യാസസിനൊന്നും വൈബ്രേഷണൽ മോഡ്സ് ഓഫ് മോഷൻ ഇല്ല, ബട്ട് ഈ ക്ലോറിൻ ആണെങ്കിൽ അതും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. ഈ ഒരു ദിസ് ഈസ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള മെഷർമെന്റിലുള്ള വാല്യൂ ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ ഇത് കുറച്ചും കൂടി മനസ്സിലാവും. Okay, so ബാക്കി പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. സോ താങ്ക് യു.